ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ ശുപാർശ ഇന്ന് വന്നു. 5-6 മാസം മുമ്പ് വരെ കേരളത്തിൽ മുഖ്യ ചർച്ചാ വിഷയമായിരുന്നു. ഒരേ സമയം ഒരുപാട് വിവാദ വിഷയങ്ങളിലെ പ്രതിനായകനായിരുന്ന ADGP MR അജിത് കുമാർ. കുന്തമുനകൾ പോലെ നേരെ വന്ന പല ആരോപണങ്ങളും കോഴിത്തൂവൽ പോലെ ഉതിർന്നു വീണത് നേരത്തെ കണ്ടു. ഉറപ്പായും പണി കിട്ടും എന്ന് കരുതിയ സമയങ്ങളിലെല്ലാം പൊട്ടിവീണ ഒരു റിപ്പോർട്ടോ കണ്ടെത്തലോ അജിത്തിന് കൈത്താങ്ങായി. DGP സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടിക വെട്ടും വിധം ഒരു ആരോപണവും വലുതായതുമില്ല. അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ ചെയ്തതിന് DGPക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോവുകയെന്ന് പ്രവചിക്കുന്നു. ഒരു പൊളിറ്റിക്കൽ പ്ലേ മേക്കറുടെ റോൾ ഹ്രസ്വകാലത്തേക്കായാലും കൈയാളിയ PV അൻവർ. P വിജയനെതിരായ വ്യാജമൊഴിയിൽ കുടുങ്ങുമോ ADGP അജിത് കുമാർ? ആദ്യം RDX റാപ്പ് കാണാം 59 സെക്കൻഡിൽ. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങളിൽ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ച MR അജിത് കുമാറിന് പുതിയ കുരുക്കായി DGPയുടെ ശുപാർശ. ഇന്റലിജൻസ് ADGP P വിജയന്റെ പരാതിയിൽ സിവിലായും ക്രിമിനലായും കേസെടുത്ത് അന്വേഷണം നടത്താമെന്നാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ശുപാർശ നൽകിയിരിക്കുന്നത്. P വിജയനും തീവ്രവാദ വിരുദ്ധ സേനയിലെ ചില അംഗങ്ങൾക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് SP സുജിത് ദാസ് പറഞ്ഞുവെന്നായിരുന്നു അജിത് കുമാറിന്റെ മൊഴി. SP സുജിത് ദാസ് ഇക്കാര്യം നിഷേധിച്ചു. താൻ അങ്ങനെയൊന്നും അജിത് കുമാറിനോട് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു സുജിത് ദാസിന്റെ മൊഴി. ഇതോടെ P വിജയൻ അജിത് കുമാറിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അജിത് കുമാർ സംരക്ഷിക്കപ്പെടുമെന്നാണ് PV അൻവർ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം. P ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം, പിണറായി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ അജിത് കുമാർ ഏറ്റവും സേഫായ പൊസിഷനിലാവും. എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ്. ഏതായാലും DGPയുടെ ശുപാർശയിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. മുഖ്യമന്ത്രിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. എന്താണ് സംഭവിക്കുന്നത് വരും ദിവസങ്ങളിൽ അറിയാനാവുകയുള്ളൂ. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്ന് പരിശോധിച്ചിട്ട് വരാം. അജിത്തിന് വീണ്ടും കുരുക്കാവുന്നത് MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ്. നടപടി P വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിനാണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാം. അജിത് കുമാർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നാണ് DGP അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത്. സിവിലായും ക്രിമിനലായും കേസെടുക്കാം എന്ന് DGP വിലയിരുത്തുന്നു. ഉടനടി ഇത് വേണമെന്നാണ് തള്ളിപ്പറഞ്ഞ് മലപ്പുറം മുൻ SP. സ്വർണ്ണക്കടത്തിൽ P വിജയന് പങ്കുണ്ടെന്ന് മുൻ SP സുജിത് ദാസ് പറഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊഴി, അജിത് കുമാറിൻ്റേത്. എന്നാൽ താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അന്വേഷണ സംഘത്തോട് സുജിത് ദാസ് പിന്നീട് പറഞ്ഞു. ഇതോടെയാണ് അജിത് കുമാറിൻ്റെ കള്ളമാണിതെന്ന് തോന്നലുണ്ടായത്. അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ P വിജയന് അക്കാലത്ത് സസ്പെൻഷൻ കിട്ടിയിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പ്രതികളെ എത്തിക്കുന്ന വിവരം ചോർത്തിയെന്നായിരുന്നു ആ റിപ്പോർട്ട്. P വിജയൻ്റെ തിരിച്ചുവരവ് ADGP M പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ റിപ്പോർട്ട് തള്ളുകയാണ് ഉണ്ടായത്. സസ്പെൻഷൻ അവലോകനം ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി തന്നെയും വിളിച്ച് ചേർക്കുകയും ചെയ്തു. 4 അംഗ സമിതിയും അന്ന് P വിജയന് അനുകൂലമായി തന്നെയാണ് റിപ്പോർട്ട് നൽകിയത്. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. സർവീസിൽ തിരിച്ചെത്തിയ P വിജയന് പിന്നീടാണ് ADGP ആയിട്ട് അദ്ദേഹം ഇപ്പോൾ ഉള്ള സ്ഥാനത്തേക്ക് കയറ്റം ലഭിച്ചത്. സ്വപ്ന സുരേഷിനെ അനുനയിപ്പിക്കാൻ ഇടനിലക്കാരനുമായി സംസാരിച്ചെന്ന ആരോപണം, വിവാദങ്ങൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് RSS നേതാക്കളുമായി കൂടിക്കാഴ്ചയും അതിനുശേഷമുണ്ടായ പൂരം കലക്കൽ സംഭവവും വിവാദമായി. കവടിയാറിൽ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി എന്ന ആരോപണം ആ സമയത്ത് വലിയ ബഹളമായിരുന്നു. ഫ്ളാറ്റ് വാങ്ങി വൻ തുകക്ക് മറിച്ചു വിറ്റതിലും ആരോപണം MR അജിത് കുമാർ നേരിട്ടു. 32,80,000 രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനകം 65 ലക്ഷത്തിന് മറിച്ചു വിറ്റു എന്ന് ഒരു വിവാദമുണ്ടായിരുന്നു. ബോഡി ബിൽഡിംഗ് താരങ്ങളെ ഇൻസ്പെക്ടർമാരായി നിയമിക്കുന്നതും ആ കാലത്ത് വിവാദമായിരുന്നു അജിത്തിനെതിരെ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ഫോൺ വിളിച്ചതിലാണ് ഇദ്ദേഹം നടപടി നേരിട്ടത്. 2022 വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ അങ്ങനെ മാറ്റുകയുണ്ടായി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ നീക്കി. ഇതെല്ലാം അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. ഇടത് സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് മാത്രം അവകാശപ്പെട്ട തസ്തികയാണ് ഇടത് സർക്കാരിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. പൂരം കലക്കലിലും അജിത് കുമാറിനെതിരെ DGPയുടെ റിപ്പോർട്ട് ആ ഘട്ടത്തിൽ തന്നെ വന്നിരുന്നു. നടപടിയെടുക്കാതെ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് വീണ്ടും സംരക്ഷണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയിലും നടപടി ഉണ്ടായില്ല എന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്. അന്വേഷണം നേരിടുന്നതിനിടെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാരിൻ്റെ അനുമതി ഈ ഘട്ടത്തിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഉണ്ടായി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അജിത് കുമാറിനെതിരെ തെളിവില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് വീട് നിർമ്മാണത്തിൽ അഴിമതിയില്ല എന്ന് വിജിലൻസ് ഡയറക്ടർ അങ്ങനെയും റിപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നു. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണ് എന്നാണ് ഇന്ന് PV അൻവർ ആക്ഷേപവുമായി വന്നത്. നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന ഇതിനെ വിമർശിച്ചുകൊണ്ട് വന്നത്. ഹർഷൻ, നമുക്ക് ഈ കാർഡുകൾ കണ്ടാൽ കുറേയേറെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരും. ഒരു ഘട്ടത്തിൽ MR അജിത് കുമാർ ആയിരുന്നു പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ അന്ന് അൻവർ അപ്പുറത്തായിരുന്നു, അൻവർ ഇങ്ങോട്ടേക്ക് മാറി ആകപ്പാടെ കുഴഞ്ഞു പറഞ്ഞ്. പക്ഷേ ഇത് വന്നാൽ ആളുകൾ കുറേയേറെ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, DGP കേസെടുക്കാം
എന്ന് റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ കേസെടുക്കുന്നതിലേക്ക് നീങ്ങുമോ എന്നതാണ്. എന്ത് തോന്നുന്നു? പെട്ടെന്ന് അങ്ങനെ ചാടിക്കയറി കേസെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ ഇവിടെ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം. പി വിജയൻ ഇതിലൊരു കക്ഷിയാണ്, ഇപ്പുറത്ത് എം.ആർ. അജിത് കുമാർ മറ്റൊരു കക്ഷിയാണ്. രണ്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥരാണ്. എന്തിനാണ് പി വിജയൻ പുറത്തു നിൽക്കേണ്ടി വന്നത് ദീർഘകാലം? അദ്ദേഹം ഇങ്ങനെ പ്രതികളെ കൊണ്ടുപോകുന്ന വഴി പത്രക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമായിരിക്കും പത്രക്കാർക്ക്, അതിനപ്പുറത്ത് വേറൊന്നും സംഭവിക്കാനില്ല. പക്ഷെ അത് പറഞ്ഞു കൊടുത്തു എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി വിജയനെതിരെ നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ എം.ആർ. അജിത് കുമാറിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്നാലോചിച്ച് നോക്ക്. ഒന്ന്, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പോൾ ഒരു LDF സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പുറത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പൊളിറ്റിക്കലായി കമൻറ്റ് ചെയ്യാൻ ബാധ്യത സർക്കാരിനുണ്ട്. മറ്റൊന്ന്, ഏത് തരത്തിലാണ് IPS ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുമുണ്ട്. ഇതൊന്ന്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഈ സുജിത് ദാസിൻ്റെ പിന്നീടുള്ള മൊഴി, ആ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അതിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ കണ്ടെത്തൽ, ഇത് തുടർച്ചയായി ഒന്നാമത്തെ റിപ്പോർട്ടല്ല, ആദ്യത്തെ റിപ്പോർട്ടല്ല ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇതിനെതിരെ എം.ആർ. അജിത് കുമാറിനെതിരെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി അടുത്ത പൂരമാവുകയാണ്, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ പൂരം കലക്കിയതുമായി, ഈ പൂരമല്ല കേട്ടോ, അതിന് മുമ്പത്തെ പൂരം. അപ്പോൾ ആ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ എങ്ങനെയാണ് ദർവേഷ് സാഹിബിൻ്റെ റിപ്പോർട്ട്, DGPയുടെ റിപ്പോർട്ട് വന്നത്? അതിന്മേൽ പിന്നീട് ഈ ത്രിതല സമിതിയിലേക്ക് പോകുന്നതിനും അപ്പുറത്ത് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാമായിരുന്നത്? ഈ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായും അൻവർ ഇപ്പോൾ ഒത്തിരി ഉണ്ടയില്ലാത്ത വെടിവെക്കും. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് വെറുതെ ഒന്ന് സംശയിക്കാവുന്ന സാഹചര്യം. എന്തിനാണ് ഇത്രയധികം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? അതിപ്പോൾ ഒരു ADGP എന്ന നിലയ്ക്ക് ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ചുമ്മാ അങ്ങനെ നടപടിയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സെൻകുമാറിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ സെൻകുമാർ അത് തിരുത്തുന്നു. അന്ന് കേരളത്തിലെമ്പാടും മാധ്യമങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് സെൻകുമാറിനൊപ്പം നിൽക്കുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷം അടക്കം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. അത് പിണറായി വിജയൻ പ്രസംഗിച്ചത് ഓർമ്മയുണ്ടല്ലോ. സെൻകുമാർ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ലേ പ്രതിപക്ഷത്തോട് പറയുന്നു. പിന്നീട് പുള്ളി BJPക്കൊപ്പം പോകുന്നു. അതുപോലെ ജേക്കബ് തോമസ് വരുന്നു, ഗംഭീരമായി കുറെ ബഹളമൊക്കെ വെക്കുന്നു, ചില റെയ്ഡുകളൊക്കെ നടത്തുന്നു, ആകെപ്പാടെ പുകില്. അത് കഴിഞ്ഞിട്ട് സ്രാവുകൾക്കിടയിൽ നീന്തി നേരെ BJPയിലെത്തി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ കാര്യത്തിൽ ചാടിക്കേറിയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമെന്ന് കരുതുന്നില്ല. മാത്രമല്ല, അനാവശ്യമായി വലിയൊരു വിവാദത്തിലേക്ക് കടക്കാനും സർക്കാർ ഒരുപക്ഷെ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ വകുപ്പ് തല അന്വേഷണത്തിന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്ന സാധ്യത. ഇതിപ്പോൾ ഈ പുറത്തുനിന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ADGP അജിത് കുമാർ ഒരു കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നതാണ് എനിക്ക് സത്യസന്ധമായി പറഞ്ഞാലുള്ളത്. അതായത് എങ്ങനെയാണ് ഒരു സഹപ്രവർത്തകനെതിരെ അല്ലെങ്കിൽ അതേ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ അയാൾ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ആളാണ് എന്ന് മൊഴി കൊടുക്കാൻ പറ്റുക? അതും സുജിത് ദാസ് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല സുജിത് ദാസ് പിന്നീട് പാലം വലിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സുജിത് ദാസിന് പറഞ്ഞാൽ തന്നെയും തനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു ADGP വലിയ ഉന്നത ഉദ്യോഗസ്ഥനാണല്ലോ, പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ, തനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്തൊരു കാര്യം തൻ്റെ ഒരു സഹപ്രവർത്തകനെതിരെ പോയിട്ട് അതും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം ചുരുങ്ങിയ മനസ്സിലുള്ള ആൾക്കാർക്ക് സാധ്യമാവുക? ഞാൻ പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോവും പ്രശ്നങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കിടയിലും എന്നതുപോലെ. പക്ഷേ ഇത്രയ്ക്ക് നിന്ദ്യമായിട്ടുള്ളൊരു ആക്ഷേപം ഇല്ലാത്തത് ചെന്ന് പറയണമെങ്കിൽ അയാൾ എന്ത് ചുരുങ്ങിയ മനസ്സിലുള്ള ആളായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാളൊരു കുഴപ്പക്കാരനായിരിക്കും എന്ന് പല കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുക. രണ്ടാമതേത്, ഇദ്ദേഹം എന്തിനാണ് ഈ RSS നേതാക്കളുമായിട്ട് പോയിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന്, RSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സംഘടനയല്ല എന്നാണല്ലോ RSS തന്നെ പറയുന്നത്. അവർക്ക് ഈ രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യമില്ല എന്നാണ് അവർ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ദത്താത്രേയ ഹൊസബാളയെ പോയിട്ട് അദ്ദേഹം കണ്ടത് എന്തിനായിരിക്കും എന്ന് അദ്ദേഹവും പറഞ്ഞില്ല, ദത്താത്രേയ ഹൊസബാളയും പറഞ്ഞില്ല, വ്യക്തിപരമായിട്ട് കണ്ടതെന്താണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയും പറഞ്ഞില്ല. ഈ വിഷയം വലിയ തോതിൽ വന്നിട്ട് പിന്നെ PV അൻവറിൻ്റെ ഭാഗത്തേക്ക് കാര്യങ്ങൾ മാറിപ്പോയതുകൊണ്ട് ആളുകളുടെ ഈ ഫോക്കസ് വിട്ടുപോയതാണ്. അപ്പോൾ എന്തിനാണ് ഇദ്ദേഹം പോയത് എന്ന് ഇതുവരെ അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുവോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തോ ഒന്നുമല്ലാത്ത ഒരാളെ ചെന്ന് കണ്ടിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ബന്ധുവോ സുഹൃത്തോ ആണെന്ന് അദ്ദേഹം പറയാത്തതുകൊണ്ട് പോയി കണ്ടത് എന്തിനാണെന്ന് നമുക്ക് അറിയുകയില്ല. അത് വിശദീകരിക്കാൻ അദ്ദേഹത്തെ സാധിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, അതായത് ദത്താത്രേയ ഹൊസബാളെ അജിത് കുമാറിനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ RSS നേതാവാണ്, നിങ്ങൾ നാളെ പോയിട്ട് തൃശ്ശൂർ പൂരം കലക്കൂ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയല്ല. പക്ഷേ എന്താണ് അതിൻ്റെ കാര്യമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല, ഒരു ഭാഗത്തൊന്നും വന്നിട്ടില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം, മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ വല്ലാത്ത തോതിൽ സംരക്ഷിക്കുന്നു എന്നതാണല്ലോ പൊതുവിൽ ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നതും പൊതുവിൽ കേരളത്തിൽ ഇതിനെതിരെ വിമർശിക്കുന്ന ആളുകളെല്ലാം പറയുന്നത്. മുഖ്യമന്ത്രി ഇങ്ങനെ വല്ലാതെ തോതിൽ സംരക്ഷിച്ച ഒരാളായിരുന്നു ശിവശങ്കർ, ഓർമ്മയുണ്ടല്ലോ. ആ ശിവശങ്കർ എന്ത് വലിയ കഷ്ടപ്പാടിലാണെന്ന് വീണത്, വ്യക്തിപരമായിട്ട് തന്നെയും വലിയ കഷ്ടപ്പാടിലേക്കാണ്. അതായത് അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ ആ ആക്ഷേപങ്ങളിൽ വല്ല വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുക,
ചോദിച്ചിട്ട് അദ്ദേഹത്തെ മോശം ട്രാക്കിലേക്ക് പോകാതെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കൾ അത് ചെയ്യാത്തതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം വ്യക്തിപരമായി തന്നെയും വലിയ കുഴപ്പത്തിലേക്ക് നിന്ന് വിട്ടുപോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ആണ്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കഷ്ടപ്പെടുകയാണല്ലോ ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ മനോവീര്യം എന്നൊന്നും പറഞ്ഞിരിക്കാതെ ഇതിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ DGP ദർവേഷ് സാഹിബ് ഇങ്ങനെ റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കും പറയുകയാണ് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ അടുത്ത DGP പദവിയിലേക്ക് MR അജിത് കുമാറിനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നത് കൊണ്ടാണ് ഇതിന് ഇപ്പോൾ കൂടുതൽ പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. ശരി, അങ്ങനെ നമുക്കറിയാത്ത അല്ലെങ്കിൽ കുറെ കൂടെ ആഴത്തിലേക്കൊക്കെ പോയാൽ മാത്രം അറിയുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾക്കകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. എന്തായാലും അദ്ദേഹത്തിന് അത്തരത്തിൽ അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നോക്കാം. നമുക്ക് തൃശ്ശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം, ഫ്ളാറ്റ് വിവാദം, ആഡംബര വീട് നിർമ്മാണം, ADGP P വിജയനെതിരായ വ്യാജമൊഴി എന്നീ വിഷയങ്ങളിലാണ് അജിത് കുമാറിനെതിരെ ആരോപണം ഉയർന്നത്. ഇതിൽ ഒടുവിലത്തേതാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത്. P വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന് അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാമെന്നാണ് DGPയുടെ ശുപാർശ. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയിൽ നീക്കിയെങ്കിലും സസ്പെൻഷൻ അടക്കം നടപടികൾ ഒരു ഘട്ടത്തിലും അജിത് കുമാറിനെതിരെ ഉണ്ടായില്ല. അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കം ഇതിനിടെ ക്ലീൻ ചിറ്റ് കിട്ടുകയും ചെയ്തു. ഈ വരുന്ന മെയ് 30 നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് വിരമിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകാരിൽ ഒരാളാണ് MR അജിത് കുമാർ. അതിലൊരു അസ്വാഭാവികത സാമാന്യ ഗണനയിലുണ്ട്. സീസർ മാത്രമല്ല, സീസറുടെ DGPയും സംശയാതീതനായിരിക്കണമെന്ന് RDX കരുതുന്നു. അടുത്ത വിഷയത്തിലേക്ക്, ഇടവേളയിലേക്ക്.